ഇപ്പോൾ നമ്മൾ കുറച്ചു കാലം കൊണ്ട് കാണുകയാണ് ഇന്ത്യൻ റെയിൽവേ തന്നെ മൂക്കുകുത്തുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ 2014 മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിനോട് അടുപ്പിച്ച് തന്നെ വിവേക് ദെബ്രോയ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. റെയിൽവേയുടെ ഭാവിയെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, പഠിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ. ആ കമ്മിറ്റിയുടെ പഠനവും അതിന്റെ തീരുമാനങ്ങളും ഒക്കെ സർക്കാരിന് സമർപ്പിച്ചു. ഇപ്പോൾ എന്തായിരുന്നു ആ സർക്കാരിന്റെ സമർപ്പണത്തിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്? അതായത് റെയിൽവേയുടെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, അല്ലെങ്കിൽ അതിന് അടിവരയിടേണ്ട നിർദ്ദേശം എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഓർക്കണം, ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും കൂടുതൽ 13 ലക്ഷത്തോളം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. അതിനേക്കാൾ എത്രയോ 13 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തികളിൽ ഏർപ്പെട്ട് തൊഴിൽ ലഭിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. മാത്രം തീർന്നില്ല. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെ വളരെ വിശ്വസിച്ച് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രാ മാധ്യമമായിരുന്നു. വിശ്വസിച്ച് യാത്ര ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തികയില്ല. അതിനേക്കാൾ ഉപരി ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ മാധ്യമം, അപ്പൊ പാവപ്പെട്ടവരുടെ യാത്രാ മാധ്യമമായിരുന്നു റെയിൽവേ. അങ്ങനെയുള്ള ഒരു യാത്രാ മാധ്യമമാണ് ഇപ്പോൾ ഇങ്ങനെ താഴേക്ക് അതിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവേക് ദെബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവേക് ദെബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വളരെ അപകടകരമായ നിർദ്ദേശങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക എന്നുള്ളതായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ റെയിൽവേ ബജറ്റ് നിർത്തലാക്കി. റെയിൽവേ ബജറ്റ് നിർത്തലാക്കിയതിന്റെ ആഘാതമാണ് ഈ അടിക്കടി ഉണ്ടാകുന്ന വൻ ദുരന്തങ്ങൾ എന്നത് ഇന്ത്യയിലുള്ള ആരും മറക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഭരണതലത്തിലുള്ളവർ. കാരണം റെയിൽവേക്ക് വേണ്ടി ഒരു ബജറ്റ് ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ സമസ്ത മേഖലകളെ പറ്റിയും കൃത്യമായി പഠനങ്ങൾ നടത്തിക്കൊണ്ട് എവിടെയൊക്കെയാണ് മൂലധന വിന്യാസം ആവശ്യമുള്ളത് എന്നുള്ളത് കൃത്യമായി നോക്കുകയും നടത്തുകയും ചെയ്തിരുന്നു. എവിടെയൊക്കെയാണ് എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് റിപ്പയർ ആവശ്യമുള്ളത്, എല്ലാ കാര്യങ്ങളും. അതിനു മുൻപ് കാക്കോദ്കർ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് UPA ഗവൺമെന്റ് കാലത്ത് വന്ന കാക്കോദ്കർ കമ്മിറ്റി റിപ്പോർട്ടില് റെയിൽവേ ലൈൻസിന്റെ വളവ് നികത്തുന്ന നേരെയാക്കുന്നത്, അതുപോലെ തന്നെ സിഗ്നലിംഗ് സമ്പ്രദായം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഇങ്ങനെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ, സർഗാത്മക നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. അത്തരം നിർദ്ദേശങ്ങളെ ഒക്കെ തമസ്കരിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെയുള്ള, അതായത് വിവേക് ദെബ്രോയ് കമ്മിറ്റി അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുക എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുൻപോട്ട് വന്നത്. മോദി ഗവൺമെന്റ് ആ നിർദ്ദേശങ്ങൾക്ക് തന്നെ താല്പര്യം കൊടുത്തു. അപ്പൊ അങ്ങനെ താല്പര്യം കൊടുത്ത് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആദ്യം റെയിൽവേ ബജറ്റ് ഇല്ലാതെയാക്കി. അതോടെ റെയിൽവേയുടെ എന്താ പറയുക, കാര്യക്ഷമത തന്നെ താഴേക്ക് പോവുകയായിരുന്നു ചെയ്തത്. മൂലധന നിക്ഷേപം വേണ്ടിടത്ത് ഇല്ലാതെ വന്നു. അതുപോലെ വിവേക് ദെബ്രോയ് കമ്മിറ്റിയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു റെയിൽവേ മന്ത്രാലയം ഇല്ലാതെയാക്കിക്കൊണ്ട് അതിനെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അതെന്തായാലും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുകയാണ് ഈ വൈഷ്ണവിനെ പോലെയുള്ള മന്ത്രിമാരാണ് ഇത് ഭരിക്കാൻ പോകുന്നത് ഇനിയുമെങ്കിൽ ഒരുപക്ഷെ അതിനെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കി ഒരു നല്ല മന്ത്രിയുടെ കീഴിൽ വരുത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിന് തന്നെ ഒരു ശക്തനായ മന്ത്രിയെ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബാലസോർ ആക്സിഡന്റിന് ശേഷം തുടർന്നു വന്ന ഈ ആക്സിഡന്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളെ. വിവേക് ദെബ്രോയ് കമ്മിറ്റിയുടെ അടുത്ത നിർദ്ദേശം എന്തായിരുന്നു? അതായത് റെയിൽവേ പാൻട്രി കാർ നിർത്തലാക്കുക. പകരം ഭക്ഷണം പുറത്തുനിന്ന് മാത്രം കൊടുക്കുന്ന, പുറത്തുനിന്ന് കോൺട്രാക്ട് കൊടുത്ത് ആ കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് കൊടുപ്പിക്കുന്ന രീതി വരിക. അതോടെ തീർന്നു റെയിൽവേ യാത്രയുടെ സുഖവും സൗകര്യങ്ങളും. അതായത് വീട്ടിലെ ഭക്ഷണം പോലെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഉന്നത നിലവാരം പുലർത്തിയ ഭക്ഷണമായിരുന്നു ഇന്ത്യൻ റെയിൽവേ എക്കാലത്തും
കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തിരുന്ന ആ ഭക്ഷണം നിർത്തി കോൺട്രാക്ടേഴ്സ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് റെയിൽവേയുടെ താളം തെറ്റിയത് എന്ന് പറയുന്നതിൽ യാതൊരു, അതായത് ഇപ്പോൾ യാത്രക്കാർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, അതല്ലെങ്കിൽ വിശ്വസിച്ച ഒരു കാരണവശാലും പാൻട്രി കാർ നിർത്തലാക്കിയതോടുകൂടി ട്രെയിൻ യാത്രയിലെ ആഹാരക്രമം പാളിപ്പോയി. ഇപ്പൊ ആർക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ക്വാളിറ്റി ഉള്ള ഭക്ഷണമല്ല റെയിൽവേയില് ട്രെയിനുകളിൽ സാധാരണ രീതിയിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു പരിഷ്കാരമായിരുന്നു. അതുപോലെ വിവേക് ദബ്രോയ് നടത്തിയ മറ്റൊരു നിർദ്ദേശമായിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ ടാപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളം അതിന് പോലും പൈസ ഈടാക്കണമെന്ന്. ഇതുപോലെയുള്ള നികൃഷ്ടമായ പല നിർദ്ദേശങ്ങളും വിവേക് ദബ്രോയ് കമ്മിറ്റി കൊണ്ടുവന്നിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ടുകൾ അതുപോലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം മോദി ഗവൺമെന്റും രണ്ടാം മോദി ഗവൺമെന്റും, ഒരുപക്ഷെ ഇപ്പോഴിതാ മൂന്നാം മോദി ഗവൺമെന്റും. അപ്പൊ അതിന്റെ ഒക്കെ ഫലമാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വൻ ദുരന്തങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ലോക്കോ പൈലറ്റ് ജൂൺ 1-ാം തീയതി മുതൽ ലോക്കോ പൈലറ്റുമാർ സമരത്തിലാണ്. അതായത് ലോക്കോ പൈലറ്റുമാർ സമരത്തിലേക്ക് പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് വേക്കൻസികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ് റെയിൽവേ മേഖലയിൽ, വിവിധ മേഖലകളിലായിട്ട്. അപ്പോൾ ലോക്കോ പൈലറ്റുമാർക്കൊക്കെ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. ആ ജോലി ചെയ്തുകൊണ്ട് പലപ്പോഴും ഇപ്പോ തന്നെ ഒരു സിഗ്നൽ മറികടന്ന് ആണ് നിർത്തിയിട്ടിരുന്ന ട്രെയിനിൽ വന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ ഇടിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ലോക്കോ പൈലറ്റ് ഉറങ്ങിയിട്ടുണ്ടാകാം. അപ്പൊ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണ്? അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഓവർ ടൈം, അധിക സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. അതായത് ഒരുപാട് വേക്കൻസികൾ, ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസികൾ ഫില്ലാകാതെ കിടക്കുന്നത് കൊണ്ട് ഉള്ള ലോക്കോ പൈലറ്റുമാർ തന്നെ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോഴാണ് അടിക്കടി ഇതുപോലെയുള്ള ട്രെയിൻ ആക്സിഡൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അവരെന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഇപ്പോ ഈ സമരം തുടങ്ങിയിരിക്കുന്നത്? ഒന്നാമത്തെ ഡിമാൻഡ് തന്നെ ഒറ്റയടിക്ക് 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യില്ല. തീർച്ചയായിട്ടും അത് ന്യായമായ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ഒരു ദിവസം 3 മണിക്കൂറാണ് പഠിപ്പിക്കേണ്ടത്. 3 മണിക്കൂർ പഠിപ്പിക്കുന്നത് നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് കടുത്ത ജോലി തന്നെയാണ് 3 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒറ്റ എന്ന് പറയുന്നത് പോലെ 10 മണിക്കൂർ ലോക്കോ പൈലറ്റ് ജോലി ചെയ്യുക. ആ 10 മണിക്കൂറും അലേർട്ടായിരിക്കണം എന്ന് നമ്മൾ ഓർക്കണം. വെറുതെ എന്തെങ്കിലും കാണിച്ചിരുന്നാൽ പോരല്ലോ, ഉറങ്ങാതെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതായത് ട്രാക്കിൽ വല്ലതും ഉണ്ടോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതാ യാത്രാ സമയത്ത്. അപ്പൊ അതുപോലെ 10 മണിക്കൂറിൽ കൂടുതൽ ഒറ്റയടിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായി 2 രാത്രികളിൽ കൂടുതൽ ട്രെയിൻ ഓടിക്കില്ല. രണ്ടാമത്തെ അവരുടെ ഡിമാൻഡാണ്. അതായത് 48 മണിക്കൂറിനകം തിരിച്ച് സ്വന്തം സ്ഥാനത്ത് എത്തണം, ആ സ്ഥാനത്ത് തിരിച്ചെത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഡിമാൻഡ് ആഴ്ചയിൽ 30 മണിക്കൂർ വിശ്രമം വേണം. ഈ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അനാവശ്യങ്ങളല്ല. ഇതൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ബാലസോർ ട്രാജഡി, കാഞ്ചൻജംഗ ട്രാജഡി, ഇങ്ങനെ ട്രാജഡികൾ ഒന്നൊന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോക്കോ പൈലറ്റുമാരുടെ സമരം എത്രയും വേഗം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുകയും അവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ് റെയിൽവേ. അത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി തൽസ്ഥാനം രാജിവെച്ച് ഒരു നല്ല മാതൃക കാണിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന്റെ പൂർവികനായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ്, അതായത് ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല, പല പ്രാവശ്യം ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയ ട്രെയിൻ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ബാലസോർ ട്രാജഡി ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ഈ 3 ഇപ്പൊ കാഞ്ചൻജംഗ ട്രാജഡി, ഇത് 3ഉം വളരെ വലിയ ട്രാജഡികൾ തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മുൻനിർത്തി തീർച്ചയായിട്ടും റിസൈൻ ചെയ്ത് ആ സ്ഥാനം കഴിവുള്ളവർക്ക് കൊടുക്കുകയാണ് വൈഷ്ണവ് ചെയ്യുക.